അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കണ്ടാണശ്ശേരി കല്ലുത്തിപ്പാറയിലാണ്. അപ്പൊ ഈ സ്ഥലം നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല. ഇപ്പൊ നിങ്ങൾ കണ്ടാവ ഈ സാധാരണ പാറയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്രതീക്ഷിച്ചതിലും കാട്ടിയും ഭയങ്കര വലിപ്പമുള്ള ഒരു പാറ വേണ്ടല്ലേ. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലാക്കണം ഇതിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന്. നമുക്ക് ഈ പാറയെക്കൂടെ ഒന്ന് കേറാം. ചെരുപ്പ് ഊരി എന്തായാലും നന്നായിട്ട് ചെരുപ്പ് ഊരിയിട്ടേ കയറാൻ പറ്റുള്ളൂ ഇതിന് മുകളിൽ. പേടി മാറ്റാൻ മുണ്ടിങ്ങനെ പിടിച്ച് സ്റ്റൈലായിട്ട് ഇളക്കാനില്ലേ. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് കൂടെ സുഖമായിട്ട് പോകുന്നുള്ളൂ. നമ്മുടെ കണ്ണിന്റെ ഒരു പ്രത്യേകത അതാണ് നല്ല രസമാണ് ഇങ്ങനത്തെ കണ്ടൊക്കെ കാണാനും. ഇതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തന്റെ കാൽപാദമാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് കല്ലുകുത്തിപ്പാറ എന്ന് അറിയപ്പെടുന്നത്. ഇതെല്ലാം പൂരത്തിന് ആനനെ വന്ന് കെട്ടിയിട്ടെ ഫുള്ള് ഞങ്ങള് ആനപ്പുറത്തുള്ള ഫീല് മാത്രമുള്ളത് ആനയല്ല. ആര് ചെരുവ് കണ്ടോക്കി ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്കും പേടിയാവും ഞങ്ങൾക്കും പേടിയാവുള്ളൂ. കാലത്തൊരു തരിപ്പാട് കാരണം ഇത് ഈ ഷേപ്പാ. അതെ ഒരു വീതിരിച്ചിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതം തന്നെ. കാലം അടിച്ചു നോക്കിയാൽ ഇങ്ങനെ ഒരു പാട് കാണുന്ന തന്നെ അത് ഇത്രയും വലിയ കയറാതെ അങ്ങോട്ടും പോയി. കറക്റ്റ് നമുക്ക് ഭയങ്കര ലോജിക്ക് കണക്ട് ആവുന്നുണ്ട്. ബി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. New city lights, they shine for my face. Another passport stamp, I love the chase. From market hustle to the ocean breeze, this feeling put my restless mind at ease. See the world through my own eye, oh. Got a good vibe, I no feel lie, oh. We just they move to the rhythm, oh. Yeah, we just they leave it, oh. Yeah, we just they leave it, oh. അപ്പൊ നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർക്ക് പോകുമ്പോൾ കണ്ടാണശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂട്ട് ഉണ്ട്. അതിലേ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും അവിടെ നിന്ന് സ്ട്രെയിറ്റ് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന സ്ഥലമാണ് ഈ അമ്പലം നിൽക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ എന്താ പറയാ കല്ലുത്തിപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണിത്. അതായത് ഫുള്ള് കല്ലാണ്. അതായത് അങ്ങനെയല്ല, അതായത് കല്ലുത്തിപ്പാറ എന്ന് പറയുന്നത് ഭഗവാന്റെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാൽപാദങ്ങള് പതിച്ച സ്ഥലം. അതാണ് കല്ലുകുത്തിപ്പാറ. അങ്ങനെയാണ് ആ പാറയ്ക്ക് പേര് വന്നത്. അങ്ങനെയാണ്. കാരണം അപ്പുറത്തെ ഭാഗത്തുണ്ടല്ലോ സാധാരണഗതിയില് ഈ സാധനം പാലക്കാട് ജില്ലയില് ഏറ്റവും കൂടുതൽ കാണുന്ന സാധനമാണ് ഈ മുളങ്കാട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അവിടെ വേലി കെട്ടാൻ വേണ്ടിട്ട് ഈ മുള്ളാണ് ഉപയോഗിക്കുക. മുള്ളുവേലി പണ്ടത്തെ രീതിയില്. അതായത് മറ്റേ നമ്മുടെ വീടിനൊക്കെ അതിർത്തി എന്നിട്ട് വേലി കെട്ടാൻ വേണ്ടിട്ട് ഈ മുള്ള് മുറിച്ചിട്ടാണ് കംപ്ലീറ്റ് വേലി. അത് മുറിച്ചെടുക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്ന് ആലോചിച്ച് മുറിച്ചെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞങ്ങള് സൂചിപ്പിച്ചല്ലേ മുളങ്കാടിന്റെ കാര്യം. അപ്പൊ ആ മുളങ്കാട് ഇങ്ങോട്ട് കുറച്ച് നടന്നു വന്നപ്പോഴായിരുന്നു മുളങ്കാടിനെ കുറിച്ച് ഇത്ര ഭംഗിയുണ്ട് ഞാൻ അറിഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഇത് നോക്കിയാ ഈ ഭാഗം നോക്കി ഈ ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ. ശരിക്കും അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതൊരു പറമ്പാന്ന് തോന്നുന്നില്ല. ഈ പറമ്പ് ഫുള്ള് മുള നിറഞ്ഞിരിക്കുക. വേറെ മരമൊന്നും കാണാല്ലോ പ്രത്യേകിച്ച്. സാധാരണ വീടുകളുടെ അടുത്തൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ വെട്ടിയിട്ട് ഒന്ന് ഒതുക്കും. കാരണം ഇതിന്റെ മുള്ള് പരന്നു വീഴുന്നതിന്റെ മുള്ളേ. അത് മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കി, ഇതുകൊണ്ടാണ് മുള്ളുവേലി കെട്ടണത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, വേലി പണ്ട് കാലത്തൊക്കെ വേലി അങ്ങനെ മുള്ള്. എന്റെ ഒക്കെ കാൽമ കുത്തി കയറിണ്ട് മുള്ളു കൊണ്ടിട്ട്. ഭയങ്കര പാലക്കാടല്ലേ, അവിടെ പിന്നെ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇതിന്റെ കാണില്ലേ നോക്കി, ഇതിന്റെ മുള്ളൊക്കെ വെട്ടി ഒതുക്കിയണ്ട. അതെ സൈഡൊക്കെ ഇതിന്റെ ഫുള്ള് ഇവിടെ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ എനിക്ക് കരിമ്പും ഇതും തെറ്റിപ്പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. കരിമ്പ് വേറെ ടൈപ്പ് അല്ലേ? ഷേപ്പ് നോക്ക്, രണ്ടും ഒന്ന് തന്നെ. കരിമ്പ് പെട്ടെന്ന് തെറ്റിപ്പോകും. അപ്പൊ നമുക്ക് പാറപ്പുറത്ത് അതിന് മുമ്പ് ഇവിടെ നിന്ന് കാണിക്കണം. ഈ കാടൊന്ന് കണ്ടോട്ടെ, നല്ല രസം. അതെ ആ ഭാഗം കൊള്ളാം. ആ ഭാഗവും അതെ. അപ്പൊ ഈ മുള്ളുവേലിക്ക് ഇടയിലുണ്ടല്ലോ ഒരു പ്ലാവ് നിൽക്കുന്നുണ്ടാ. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് കറക്റ്റ് നടുക്കായിട്ട് നടു മുള്ളുണ്ടോന്ന് നോക്കണം കേട്ടാ. മുള്ളുണ്ടാവും. ക്രോക്സ് അങ്ങനെയുള്ള കുത്തിക്കറിഞ്ഞല്ലോ. ഇതാണ് മുള്ളുങ്കാട്. ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ചെന്ന് കേറാൻ. പിന്നെ വേറൊരു സംഭവം ഉണ്ടാവും. അതായത് ഞാന് കണ്ടിട്ടുള്ളതാണ്. അതായത് ഈ പാമ്പ് അതുപോലെ ചേരയൊക്കെ അവരുടെ വസ്ത്രം ഊരിക്കളഞ്ഞിട്ട് പുതിയ വസ്ത്രം ഇടാൻ വേണ്ടി ഒരു സംഭവം ഉണ്ട്. അതായത് പട അഴിക്കാന്ന് പറയും. ഈ സാധനം ഇവര് ഈ മുള്ളിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോരും. അപ്പൊ അതിന്റെ മുകളിൽ കൊളത്തി വലിക്കുമ്പോ ഇതിങ്ങനെ ഊരി 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 ഇങ്ങോട്ട് പോരും. ശബ്ദം കേട്ടില്ലേ?
മുളയ്ക്ക് ശബ്ദം ആടണേന്റെ ശബ്ദം എന്നെ ആദ്യമായി മിമിക്രി പഠിപ്പിച്ച ശബ്ദമാണത്. ഓർമ്മയുണ്ട് അച്ഛന്? മുള ആടുന്ന ശബ്ദം, ശബ്ദം. അപ്പൊ ഇങ്ങനത്തെ ഒരു മുള ഉള്ള കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല ഇവിടെ. ഇത്രയും മുളം കാട്, കാരണം നമ്മൾ അതിന്റെ ഉള്ളിൽ കയറിക്കാൻ ചിലപ്പോ കൈയൊക്കെ മുറിയല്ലേ. ഭയങ്കര ഇത് നോക്കിട്ട് സംഭവം ഇതാ മുളയുടെ വേരാണ് ഇതൊക്കെ. വേരല്ലേ? അത് കംപ്ലീറ്റ്. ഞാൻ വിചാരിച്ചെന്നറിയോ, ഇതെല്ലാം പൂരത്തിന് ആനനെ വന്ന് കെട്ടിയിട്ടെ ഞാൻ ആദ്യം വെച്ച് ആനപ്പിണ്ടാ. അതേ പെട്ടെന്ന് നോക്കിയത് നല്ല പ്ലാവില്ലേ. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടിട്ട് വെച്ചാ ഈ പ്ലാവിന്റെ അതേ രൂപത്തിലുണ്ടല്ലോ കൊറേ ജീവികളുണ്ട്. ഒന്ന് പാമ്പുണ്ട് ഇതേ കളറിൽ തന്നെ, പിന്നെ ഓന്ത്, പാമ്പൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ താഴെ കിടക്കും ഇതേ രൂപത്തില്. നമുക്ക് തിരിച്ചറിയില്ല. അതൊക്കെ കാട്ടിലേക്ക്, ഉൾക്കാട്ടിലൊക്കെ. ഇവിടെ പല സ്ഥലത്തും ചക്ക കണ്ടുണ്ടാവും. പക്ഷെ ഈ കൈ കൊണ്ട് പറിക്കാൻ പറ്റുന്ന അത്ര താഴത്തുള്ള ഒരു ചക്ക അല്ലെ, ആലോചിച്ച് നോക്കിയേ. നല്ല ചക്കാന്ന് തോന്നുന്നു. മറ്റേ സുരാജ് നേർമൂടില്ല ആ സാറിന്റെ ഒരു സിനിമ ഇല്ലേ? അയ്യോ, ആ സിനിമ ഞാനൊരു പ്ലാവിന് താഴെ പോയിട്ടില്ല. നമ്മുടെ ഈ കേരള സ്ഥലം ഉണ്ടല്ലോ, അവിടേക്ക് കയറാൻ വേണ്ടി ചെരുപ്പ് ഊരണോ അങ്ങനെ എന്തെങ്കിലും റിസ്ട്രിക്ഷനും കാരണം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് അച്ഛൻ എന്തായാലും അവിടെ ചെന്നുണ്ട്. അപ്പൊ ചോദിച്ചു നോക്കട്ടെ എന്തൊക്കെ കേരളം എന്തായാലും. അപ്പൊ പക്ഷെ റിസ്ട്രിക്ഷനും വല്ല കാര്യമുണ്ടോ? ചെരുപ്പ് മാത്രം കാരണമൊന്നുമില്ല. അങ്ങനെ എഴുത്തോ അങ്ങനൊന്നുമില്ല. നമ്മള് പാറയുടെ മുകളിലേക്ക് കയറാൻ പോട്ടെ. നമ്മള് ഒത്തിരി ആഗ്രഹിച്ചില്ല ഇതൊക്കെ കയറണല്ലേ. അവിടെ വന്ന് ഇറങ്ങി നോക്കി പറഞ്ഞതൊക്കെ പാറമൂള് കയറണം. അതാണ് ഞാൻ മുളയൊക്കെ വേണ്ട പെട്ടെന്ന് പോകുന്ന പറഞ്ഞു. അപ്പൊ ഇതാണ് വേണ്ടല്ലോ നല്ല രസമുണ്ടല്ലോ കാണാനായിട്ടാ. പിന്നെ ഞാൻ ആദ്യമായിട്ടോട്ടെ ഈ പാറയുടെ മുകളിൽ കയറണ. പാറയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞു. ഞാനിവിടെ ചോദിച്ചു. പാറയുടെ മുകളിൽ കൂടെ ഞാനൊന്ന് കേറി നോക്കട്ടെ. അതിപ്പോ കേറണെങ്കിലാണുള്ള പാട് മൊത്തം. ഇതിലാണ് കേറുക. ഇതിലെ വറത്തക്കൂ. ഞാനിത് കൂടെ തന്നെയുള്ളു. അപ്പൊ നമുക്ക് അതിസാഹസികമായിട്ട് നമുക്ക് ഈ പാറയക്കൂടെ ഒന്ന് കേറാം. ചെരുപ്പ് ഊരി എന്തായാലും നന്നായിട്ട്. ചെരുപ്പ് ഊരിയിട്ടേ കേറാൻ പറ്റുള്ളൂ ഇതിന് മുകളില്. അപ്പൊ ഈ നിക്കണ സ്ഥലം നിങ്ങൾക്കും പേടിയാവും, ഞങ്ങൾക്ക് പേടിയാവുന്നു. കാലത്തൊരു തരിപ്പാട്. കാരണം ഇത് ഈ ഷേപ്പാ. അതെ ഒരു ശരിക്കും ആനപ്പുറത്ത് കയറി നിക്കണം ആ ഒരു ഫീൽ തന്നെ. കാരണം അപ്പുറത്ത് കുഴി ഇപ്പുറത്ത് കുഴി. അത് പിന്നെ ഇത് കാണുന്നുണ്ടോ, നമ്മൾ ഇത് കൂടെയാണ് നമ്മള് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഈ വഴി കൂടെ നമ്മളിങ്ങനെ വന്നത്. പക്ഷെ താഴത്ത് നമ്മൾ കാണുമ്പോ ഇത്ര വലിയൊരു പാറയിട്ട് തോന്നില്ല നമുക്ക്. പക്ഷെ ഇത് നമ്മൾ കേറുമ്പോഴാണ്. ഇനി നമുക്ക് ഇത് കൂടെ ഇങ്ങനെ പോയിട്ട് ഇത് കൂടെ ഇങ്ങനെ വരാം. നമുക്ക് ഇത് കൂടെ പോവാൻ ചെറിയ സ്പേസ് ഉള്ളൂ. ചെറിയ സ്പേസ് ആണിത്. ധൈര്യമുള്ളവർ മാത്രം വരിക. അതെ, നമ്മൾ ഇത് കൂടെ കേറി വരുമ്പോ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ ഒറ്റയ്ക്ക് വിടരുത്. അതെ, നിങ്ങൾ ഇതേപോലത്തെ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് വരുമ്പോഴേ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജീവൻ, അതായത് നമ്മുടെ ജീവൻ നോക്കിയിട്ട് ബാക്കിയുള്ള എത്ര കാഴ്ചകൾ, പിന്നെ കാഴ്ചകൾ കാണാൻ നമ്മുടെ ജീവൻ വേണ്ടല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും വരുമ്പോ അതിന്റെ ചിട്ടവട്ടങ്ങളും നിയമങ്ങളും കാര്യങ്ങളും എല്ലാം പാലിച്ച് മാത്രം വരിക. അത് യാത്രയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. പല യാത്ര നമുക്ക് കേസായാലും വാർത്തയാണെന്ന് നമുക്ക് അറിയണം. കൂടുതലും പ്രശ്നം എന്നിട്ടുള്ള യാത്രകളിൽ കൂടുതൽ ദൂരയാത്ര ബൈക്കിൽ പോണ ഒരു അവസ്ഥ ചോദിച്ചാൽ അയ്യോ ഞങ്ങൾ എന്തൊക്കെ ദുരിതങ്ങൾ കണ്ടിട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും വരുമ്പോൾ ശ്രദ്ധിച്ച് കണ്ടൊക്കെ വരിക. പിന്നെ ഞങ്ങളെ കണ്ടുപിടിച്ചോ. അതെ, പിന്നെ ഈ പാറ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത് പാറ. അതിന്റെ സെൻട്രലാണ് അമ്പലം വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും നല്ലൊരു കല്ലുകുത്തിപ്പാറ എന്നാണ് പറയാ. അതില് ഇവിടെ ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽപാദം പതിഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ. നമുക്ക് അതൊന്ന് കാണണം. നമുക്ക് അവിടെ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് തൊഴണം കേട്ടോ. അപ്പൊ വെഞ്ചാമ്പരം ഞാൻ വീശിക്കോളാം കേട്ടോ. തടമ്പ് എന്റെ ഇല്ല. ഇപ്പൊ എന്തായാലും മുത്തുകട പുറയിലുണ്ടാവും. പക്ഷെ ഭഗവാൻ ഇവിടെ ഇല്ല. തൊട്ടപ്പുറത്തൊരു അമ്പലം നമ്മൾ പറഞ്ഞു, തൊട്ടപ്പുറത്താണ് ഈ അമ്പലം ഉള്ളത്. അപ്പൊ ഞങ്ങള് ആനപ്പുറത്തുള്ള ഫീല് മാത്രമുള്ളത് ആനയല്ല. ശരിക്കും നോക്കിയേ, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇങ്ങനെ തൊടുമ്പോ ശരിക്കും ആനപ്പുറത്തിരിക്കുന്ന ആ ഒരു ഫീല്. ഇവിടെ ചെരിവ് കണ്ടോ, ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്. ആ ചെരിവ് കണ്ടോ? അത് മാത്രല്ല ഈ ഭാഗം ഈ സൈഡ് ഒറ്റ ചെരിവാ. ഒരു പ്രത്യേക ഒരു ആനപ്പുറത്ത് ഇരിക്കുന്നവരെ സമ്മതിക്കണം. അയ്യോ, നമ്മള് ഗുരുവായൂർ അമ്പലത്തിനുള്ള രാത്രി ശിവേലി കാണാൻ പോകുമ്പോ വിളക്കിന് പോകുമ്പോ 3 ആനപ്പുറത്ത് കേറിയിരുന്ന് മുത്തുക്കൊടിയും വെഞ്ചാമരൊക്കെ പിടിച്ചിട്ട് സമ്മതിക്കണവരെ. കാരണം എന്താണ്, ഇതിപ്പോ പാറയാണ്, ഇളകണില്ല. ആന ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കില്ലേ, ആ വാൽഭാഗത്തിരിക്കണ നടക്കുമ്പോഴോ
നടക്കുമ്പോ ആനയുടെ കാലിന്റെ എല്ലില്ലേ അതിങ്ങനെ മുതുകൊട്ടോട് ഇങ്ങനെ അപ്പൊ നമ്മൾ ഇരിക്കണ ഭാഗം ഇങ്ങനെ കാണാം. അതെ, അത് ഓക്കെ, ഇരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടല്ലേ. ആ ഇരിക്കുന്നവിടത്തുനിന്ന് അവൻ എഴുന്നേറ്റ് വന്നിട്ട് ബെഞ്ചാമരം വീച്ചിട്ടൊന്ന് ആലോചിച്ച് അതൊരു ഒന്നൊന്നര അവസ്ഥ തന്നെ എന്തൊക്കെ പറഞ്ഞാലും. അയ്യോ സമ്മതിക്കണട്ടാ, എളുപ്പല്ല ആനപ്പുറത്ത് കയറാന്ന് പറഞ്ഞാല്. ഇത് അല്ല, നീ എന്തായാലും നമുക്ക് ആ ഭാഗത്തേക്ക് അതിലേക്ക് അതായിരിക്കും നമുക്ക് അത് കൂട്ടി വഴിയാണല്ലേ, അത് കൂടെ നമുക്ക് കണ്ടിട്ട് ആ പാതകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ നമ്മള് അമ്പലത്തിന്റെ അവിടേക്ക് കയറുമ്പോ അപ്പുറത്തൂടെ ഒരു പാറയുണ്ട്, ആ പാറ കൂടെ കയറണം. നമ്മള് കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് അങ്ങോട്ട് കയറാൻ. അപ്പൊ ഇതാണ് പാറ കേട്ടോ. ഈ പാറയിൽ ഇത് കൂടെ കയറാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അവിടത്തെ കാട്ടി കുറച്ചുകൂടി സ്ലോപ്പായിട്ട് കിടക്കുന്ന പാറയാണിത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കയറാൻ പറ്റും നമുക്ക്. അപ്പോ നമുക്ക് എന്തായാലും ഈ വഴി കൂടെ ഒന്ന് പോയി നോക്കി നോക്കാം. കാരണം നമ്മൾ പല യാത്ര ചെയ്യുമ്പോഴും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് അതിന്റെ ഭംഗി കിട്ടുള്ളൂ. പ്രധാനമായിട്ടും നമുക്ക് പേടിക്കാൻ മാത്രം ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കണ്ണുണ്ടല്ലോ, കണ്ണിന്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ ഇലൂഷനായിട്ട് നമുക്ക് തോന്നുള്ളൂ. പേടി മാറ്റാൻ നമുക്ക് മുണ്ടിങ്ങനെ പിടിച്ച് സ്റ്റൈലായിട്ട് നടക്കാണ്ടില്ലേ, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് കൂടെ സുഖമായിട്ട് തോന്നുള്ളൂ. നമ്മുടെ കണ്ണിന്റെ ഒരു പ്രത്യേകത അതാണ് പ്രധാനം. നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല രസമാണ് ഇങ്ങനത്തെ കണ്ണൊക്കെ കാണാനും. ആലോചിച്ച് എന്തെങ്കിലും വന്ന വഴിയൊക്കെ നമുക്ക് മറക്കാതെ നല്ലത്. ഇവിടെ പാട്ട് വെച്ചു, ശബ്ദം ഭയങ്കര പാട്ടിന്റെ. 6 മണിയാകുമ്പോ ഇപ്പൊ 5:45 5:30 സമയമാകുമ്പോ എന്തായാലും അമ്പലങ്ങളിൽ പാട്ട് വെക്കും. അതൊരു പ്രത്യേക ഒരു പോസിറ്റീവ് ഫീൽ കിട്ടുന്ന സംഭവം. അതായത് 5:30 മുതലാണ് ഇവിടെ നട ഓപ്പൺ ആവുന്നത്, നട തുറക്കുന്നത്. അപ്പൊ 5:30 മണിക്ക് വന്നിട്ട് ഇവിടെ എന്താ പറയാ പാട്ട് വെക്കും. അപ്പൊ നമുക്കിപ്പോ അവിടെ നമ്മളൊരു കുളം പോലെ ചെറിയ സംഭവം കണ്ടു. ഒരു ആമ്പൽക്കുളാണത്. ആമ്പലോ താമരയോ ആണത്. പിന്നെ അതിൽ വെള്ളം ഉണ്ട്. അത് കൂടെ പേടിക്കില്ല, അത് കൂടെ വരാം, സുഖമായിട്ട് വരാം. അത് കൂടെ ഇവിടെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാല് ഉണ്ടാവുന്ന ഒരു അവസ്ഥ നോക്കി നോക്കൂ. ഈ മഴ പെയ്താണല്ലോ, ഈ വെള്ളം ഇത് കൂടെ ഇങ്ങനെ വിളിച്ചിറങ്ങും. അമ്പലത്തിന്റെ അവിടേക്ക് വെള്ളം ഇങ്ങനെ വിളിച്ചിറങ്ങും. എന്ത് രസമായിരിക്കും കാണാല്ലേ. ഞാന് ഓരോരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ കടന്നുപോയി. ഇതാണ് ഭഗവാന്റെ കാൽപാദം, കണ്ടു? കാൽപാദാണ് കണ്ടോ? ഇതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തന്റെ കാൽപാദമാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് ഒറിജിനലാണ്. അതാണ് കല്ലുകുത്തിപ്പാറ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ഈ മറ്റേ വിളപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്ന ആൾക്കാർ പ്രാർത്ഥിക്കും. ഭയങ്കര അതുപോലെ ഈ ഇവിടെ വേറെ പ്രത്യേകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മുടെ ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് ഇതെല്ലാം പോയിരുന്നു ഇവിടുന്ന്. എന്നിട്ട് രണ്ടാമതാണ് ഈ അമ്പലെല്ലാം പണിത് എല്ലാം സെറ്റപ്പ് ആക്കി എടുത്തത്. മനസ്സിലായില്ലേ? അപ്പൊ അത്രയേറെ ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. അതെ, അതന്നെ പറയണത്. ഇതൊക്കെ നല്ല വ്യൂ പോയിന്റ് ആട്ടോ. കുളം നല്ല രസമുള്ള. അത് പാറ വെട്ടിയിട്ട് കുളം ഉണ്ടാക്കിയതാണ്. നോക്കിയ പാറയാണ് അവിടെ കണ്ടു. ഫുള്ളായിട്ട് പാറ പൊട്ടിച്ചിട്ടാണ് കുളം ഉണ്ടാക്കിയിരിക്കുന്നത്. സൈഡിലൊക്കെ കംപ്ലീറ്റ് പാറയാ. അതെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അടിപൊളി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നോക്കിയാ എന്ത് വിഷ്വൽസ് നോക്കിയാ. ഇത് നോക്കി നോക്കിയാ തെങ്ങ്. അതെ, കേരളം തിങ്ങും കേരള നാട്, അങ്ങനെയാണ് പറയാ. തിങ്ങും കേരള നാട്. അതായത് നാളികേരത്തിന്റെ ഫലപുഷ്ടമായിട്ടുള്ള തെങ്ങുകളാണ് നിൽക്കുന്നത് കംപ്ലീറ്റ്. കുറച്ചുനേരം മുളങ്കാട്, തെങ്ങുംകാട്. എന്നാലും ഒരു പാട്ട് കഴിഞ്ഞു, അടുത്ത പാട്ട് വരാൻ മുന്നേ നമുക്ക് പറയാം ഇവിടുത്തെ രസമായിട്ടുള്ള കാഴ്ചകൾ അടിപൊളിയാണ് കാണാനായിട്ട്. കാരണം കാൽപാദം നമ്മൾ കണ്ടു. അതിൽ കൂടെ നമ്മുടെ ഞാൻ കയറി നടന്നു വന്നത് നല്ല എക്സ്പ്ലോർ ആയിരുന്നു. കണ്ണിന്റെ ഒരു പ്രശ്നം പ്രശ്നമൊന്നുമില്ല. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽപാദം നമ്മൾ കണ്ടു. അത് കൂടാതെ തന്നെ പശുക്കളെയൊക്കെ ഇങ്ങനെ മേച്ച് വരുന്ന സമയത്ത് കയറുണ്ടാവില്ല സ്വാഭാവികമായിട്ട്. കയറിലാണല്ലോ ഇങ്ങനെ കെട്ടിട്ട് വരിക. അപ്പൊ ആ പശുവിന്റെ കയറിന്റെ പാട് ഇങ്ങനെ ഇഴഞ്ഞു വരണേന്റെ ആ വരയാണ് കണ്ടില്ല, ആ ഒരു വരയാണ് ഈ കാണുന്നത് കണ്ടില്ല, അറിയപ്പെടുന്നത് കണ്ടില്ല. എനിക്ക് എന്ത് രസമായിട്ട് കറക്റ്റ്. എനിക്ക് ഭയങ്കര അത്ഭുതം തന്നെ. കാരണം അടിച്ചു നോക്കിയാൽ ഇങ്ങനെ ഒരു പാട് കാണുന്ന തന്നെ, അത് ഇത്രയും വലിയ കയറ് അത് അങ്ങോട്ടും പോയി
അത് കറക്റ്റ് നമുക്ക് ഭയങ്കര ലോജിക്ക് കണക്ട് ആവുന്നുണ്ട്. ഇത് കാണുമ്പോ അതെ അതെ അറ്റത്തുനിന്ന് ഇങ്ങനെ അപ്പൊ അങ്ങനെയാണ് അതെ 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 അതെ. എന്തായാലും കൊള്ളാം. എന്തായാലും നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഞങ്ങൾ ആദ്യം വീഡിയോയുടെ തുടക്കം പറഞ്ഞ ലൊക്കേഷനിലേക്ക് എന്നാൽ അതും പോരാതെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ എന്തായാലും പറയുന്നതായിരിക്കും. അപ്പൊ വരിക, കാണുക, പോവുക. അടിപൊളിയാണ്. ഇന്നത്തെ സായം സന്ധ്യ അടിപൊളിയായിരുന്നു. അതെ, അടിപൊളി ദിവസമായിരുന്നു ഇന്ന്. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റില്ല. അടിപൊളിയായിരുന്നു. ഇത്ര വലിയ പാറ നടുക്കൂടെ ഞാൻ നടന്നാണ്ടില്ലേ, അതൊക്കെ അടിപൊളി എക്സ്പ്ലോറിംഗ് ആയിരുന്നു. നല്ല അഡ്വഞ്ചറും കൂടി ആയിരുന്നു. എന്തായാലും കൊള്ളാം, അടിപൊളി ദിവസമായിരുന്നു ഇന്ന്. ഇത്രയും ചരിത്രം പുരാണത്തിലുള്ള ശ്രീകൃഷ്ണന്റെ ഭഗവാന്റെ കാൽപാദം പതിഞ്ഞ കല്ലുത്തിപ്പാറ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.